ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് നമ്മുടെ പാൻറ്റിൻ്റെ അടിവശം കീറിപ്പോവുക എന്നുള്ളത്. എസ്പെഷ്യലി ആ ഒരു തുടയുടെ ഏരിയാസ് കീറിപ്പോവുക അല്ലെങ്കിൽ തുള വരിക എന്നൊക്കെ ഉള്ളത്. ഇത് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൈ റബ്ബ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നത്. തടിച്ചവർക്ക് മാത്രമല്ല മെലിഞ്ഞവർക്കും ഈ ഒരു ഇഷ്യൂ ഉണ്ടാവാറുണ്ട്. ഫസ്റ്റ് ടൈം യൂസിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കഴിയുമ്പോഴത്തേനും തന്നെ പുറത്തുനിന്ന് വരുമ്പോഴത്തേനും ആ ഒരു ഏരിയയിൽ സ്റ്റിച്ച് പിന്നിപ്പോവുകയോ അതൊന്ന് വിട്ടുവരികയോ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു വീഡിയോയും കൂടിയാണ്. ഇതിനു വേണ്ടിയുള്ള സൊല്യൂഷനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം, അതായത് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന്, ഈ ഒരു ഡാമേജ് ഉണ്ടാവുന്നതിന് മുന്നേ നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഡാമേജ് ഉണ്ടായി കഴിഞ്ഞിട്ട് നമുക്കതെങ്ങനെ റിസോൾവ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരു പുതിയ പാൻറ്റ് വാങ്ങിക്കഴിഞ്ഞിട്ട് അത് കീറുന്നതിന് മുന്നേ അല്ലെങ്കിൽ പിന്നിപ്പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതും അതിന് പിന്നിപ്പോയിട്ടുള്ള പാൻസിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്ത് അത് ഡാമേജ് റിക്കവറി ചെയ്യാമെന്നുള്ളതുമാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യം തന്നെ നമ്മളൊരു പുതിയ പാൻറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇടുന്നതിന് മുന്നേ അതിൽ നോർമലി ഉള്ള സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി സ്ട്രെയിറ്റ് സ്റ്റിച്ചല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേനും സ്റ്റിച്ച് ഒന്നും കൂടെ തിക്കനാവുകയും ആ ഒരു ഏരിയ വലിഞ്ഞിട്ട് ആ ഒരു ത്രെഡിൻ്റെ അവിടെ തിക്നെസ് കൂടിയിട്ട് ഫാബ്രിക് വലിയാനും അത് കീറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജേഴ്സി സ്റ്റിച്ചാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. നോർമലി പാൻറ്റിൻ്റെ സ്ട്രെയിറ്റ് സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടിയിട്ട് ജേഴ്സി സ്റ്റിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിപ്പോൾ ഇലക്ട്രിക് മെഷീനിലൊക്കെ ആ ഒരു ജേഴ്സി സ്റ്റിച്ച് അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾ തയ്യൽക്കാരുടെ അടുത്ത് ചെന്നിട്ടാണ് ചെയ്യിക്കുന്നതെങ്കിൽ അവരോട് പറയുക ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിൽ കൂടിയിട്ട് ജേഴ്സി സ്റ്റിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. ഇനി രണ്ടാമത്തെ കേസാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും പാച്ച് വർക്ക് അവിടെ വെച്ചിട്ട് അത് പുറത്ത് കാണാത്ത വിധത്തിൽ നമുക്കത് ആ ഒരു ഏരിയ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ മെത്തേഡാണ് ഒരു പുതിയ പാൻറ്റിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും പെർഫെക്റ്റായിട്ട് കിട്ടുക. കാരണം ജേഴ്സി നമുക്കറിയാമല്ലോ, വലിവുള്ള ഒരു ഫാബ്രിക്കാണ്. അതിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന അത് തയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റിച്ചാണ് ജേഴ്സി സ്റ്റിച്ച് എന്ന് പറയുന്നത്. അത്രയും എത്ര വലിഞ്ഞാലും അത് പൊട്ടാത്ത രീതിയിലുള്ള ഒരു ടൈപ്പ് സ്റ്റിച്ചാണത്. അപ്പോൾ ജേഴ്സി സ്റ്റിച്ച് വെച്ചിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ തയ്ക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ബ്രദർ നിങ്ങളുടെ മെഷീൻ ടൈപ്പ് ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ആ ഒരു സ്റ്റിച്ച് നമ്പർ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ജേഴ്സി സ്റ്റിച്ച് എന്നാണ് അതിന് പറയുന്നത്. നമ്മളിത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കോട്ടൺ ത്രെഡ് അല്ലാതെ പോളിസ്റ്റർ ത്രെഡ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും കൂടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം കോട്ടൺ ത്രെഡ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വലിഞ്ഞാൽ തന്നെ അത് പൊട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ നമ്മൾ പോളിസ്റ്റർ ത്രെഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വലിഞ്ഞാലും നല്ല ഡ്യൂറബിൾ ആയിട്ട് കിടക്കും. നമുക്ക് രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് വരാം. അതായിരിക്കും മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാർക്കും വേണ്ടത്. കാരണം നമ്മുടെ അടുത്ത് കുറേ പാൻസ് ഉണ്ടാവും, നമ്മുടെ തൈയുടെ ഏരിയ സ്റ്റിച്ച് വിട്ട് വന്നതും പിന്നി വന്നതും ആയിട്ടുള്ളത്. എൻ്റെ അടുത്ത് കുറേ അധികം ആൾക്കാർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും കൊണ്ടുവരാറുണ്ട്. കാരണം നമുക്കത് പുറത്ത് കൊടുക്കാനും മടിയുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഏരിയ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടെന്നുള്ളത്. നമ്മൾ കൈത്തയ്യൽ വെച്ചിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇടുന്നത് കാണാം. നമ്മുടെ പുതിയ കുർത്തി ആയിരിക്കും, പക്ഷേ ഈ ഒരു കാരണം കൊണ്ട് നമുക്ക് ആ കുർത്തി ഇടാൻ വേണ്ടിയിട്ടൊക്കെ പറ്റാതാവാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ കീറിയ ആ ഒരു ഏരിയ എങ്ങനെ ഡാമേജ് കളഞ്ഞിട്ട് എടുക്കാം എന്നുള്ളതാണ് അടുത്ത പോയിൻ്റായിട്ട് പറയുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഏരിയയിൽ ചിലപ്പോൾ സ്റ്റിച്ചായിരിക്കില്ല പൊട്ടിയിട്ടുണ്ടാവുക, അതിന് കുറച്ച് സൈഡിലായിട്ട് അതൊന്ന് പിന്നി വന്നിട്ടായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തുള വന്നിട്ടായിരിക്കൊക്കെയാണ് ഉണ്ടാവാറുള്ളത് ചില സമയത്ത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു
കീറിയ ഏരിയ, അതായത് പിന്നി വന്ന ഏരിയ വലിച്ചു വെച്ച് നോർമൽ സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്യരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ആ ഏരിയ ഒന്ന് ടൈറ്റായിട്ട് പിന്നെയും അത് പെട്ടെന്ന് തന്നെ കീറിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിന് വേണ്ടിയിട്ട് എവിടെയാണോ കീറിയിട്ടുള്ളത് ആ 2 അറ്റവും ഒരേ അടുപ്പിച്ച് വെച്ചിട്ട് സിഗ്സാഗ് സ്റ്റിച്ച് വെച്ച് ആ ഒരു ഏരിയ കവർ ചെയ്തിട്ടെടുക്കുക. വേറെ പീസ് തുണിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ആ ഒരു 2 സ്ഥലം ജസ്റ്റ് ഒന്ന് എങ്ങനെയാണോ കീറിയത് അതേപോലെ തന്നെ വെച്ചിട്ട് സിഗ്സാഗ് സ്റ്റിച്ച് വെച്ചിട്ട് ആ ഒരു ഏരിയ കവർ ചെയ്തെടുക്കുക. അത്ര മാത്രം ചെയ്താൽ മതി. എന്നിട്ട് സ്റ്റിച്ച് വിട്ട സ്ഥലത്തിലേക്ക് സ്ട്രെയിറ്റ് സ്റ്റിച്ച് വെച്ച് അതൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ആ നമ്മുടെ മറ്റേ കർവായിട്ട് വരുന്ന ഏരിയ ഇല്ലേ, ഇതേപോലത്തെ ഏരിയ, അവിടെ നമ്മൾ നമ്മുടെ തൈ ഏരിയാസിൽ സിഗ്സാഗ് സ്റ്റിച്ച് വെച്ചിട്ട് സെയിം കളർ ത്രെഡ് ഉപയോഗിച്ച് പുറത്തു നിന്ന് തന്നെ സിഗ്സാഗ് സ്റ്റിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. കീറിയ ഏരിയ ആട്ടോ ഞാനീ പറയുന്നത്. ഇനി ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്താൽ മതി. സെയിം കളർ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ചെറിയൊരു കോൺട്രാസ്റ്റ് ഉപയോഗിച്ചെന്നേ ഉള്ളൂ. ആ ഒരു ഏരിയയിൽ പുറത്തു നിന്ന് തന്നെ സിഗ്സാഗ് സ്റ്റിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു പാൻറ്റിൻ്റെ പെർഫെക്ഷൻ ഒന്നും പോകാതെ നല്ലൊരു ഡ്യൂറബിലിറ്റിയിൽ തന്നെ കിട്ടും. ഇത് ഞാൻ വേറൊരു പാൻറ്റിൽ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ആ ഒരു സൈഡിൽ ഉള്ളതാണ് അതിൽ കീറിയ പോർഷൻ. പക്ഷെ നമ്മൾ അതേപോലെ തന്നെ വെച്ചിട്ട് സിഗ്സാഗ് സ്റ്റിച്ച് വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ബാക്കി ഏരിയാസിലും നമ്മൾ സിഗ്സാഗ് വെച്ച്, അത് കീറിയതല്ലായിരുന്നു, ആ ഒരു പോർഷൻസ് മാത്രം നമ്മൾ സിഗ്സാഗ് വെച്ച് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. താങ്ക്